ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു KTCSE. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അടുത്ത ക്ലാസ് തൊട്ട് നമുക്കൊരു IDE ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ജാവ പ്രോഗ്രാമിംഗ് ചെയ്യാമെന്ന്. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. നിങ്ങൾ നിങ്ങളുടെ സെർച്ച് എഞ്ചിനിൽ കയറിയിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് സെർച്ച് ചെയ്യണം. ഓക്കെ, സെർച്ച് ചെയ്തിട്ട് ആദ്യം വരുന്ന സൈറ്റ് ഇത് കണ്ടോ, visualstudio.com code.visualstudio.com അത് നിങ്ങൾ ഓപ്പൺ ചെയ്യണം കേട്ടോ. ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ വരും ഡൗൺലോഡ് ഫോർ വിൻഡോസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വിൻഡോസിൽ വേണ്ടിയിട്ട് ഡൗൺലോഡ് ആക്കണം. ഇവിടെ അത് ഡൗൺലോഡ് ആയിട്ട് വരും, നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഡൗൺലോഡ് ആയി വന്നിട്ടുണ്ട്. നമ്മളിനി എന്ത് ചെയ്യണം, അത് ഫോൾഡറിൽ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് ബാക്കി ഇൻസ്റ്റലേഷൻ സെറ്റപ്പ് നോക്കണം. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു സംഭവം വരും. അതിൻ്റെ അകത്ത് ഈ ഒരു ബോക്സിൽ ഐ അക്സെപ്റ്റ് എഗ്രിമെൻറ്റ് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഡെസ്ക് ടോപ്പ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം, എല്ലാം കൊടുക്കണം കേട്ടോ. എന്നാൽ ഡെസ്ക് ടോപ്പിൽ വന്ന് കിടക്കാനാണ് ഇതിൻ്റെ ഐക്കൺ. ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം. ഇതൊരു കുറച്ച് നേരം എടുക്കും ഒന്ന് ഇൻസ്റ്റാൾ ആയിട്ട് വരാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക, ഫിനിഷ് ഐക്കൺ നിൽക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിനിഷ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ജാവ പ്രോഗ്രാമിംഗ് ചെയ്യണ്ടേ. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഈ എക്സ്റ്റൻഷൻ്റെ അകത്ത് കയറണം. ഓക്കെ, അപ്പോൾ എക്സ്റ്റൻഷൻ്റെ അകത്ത് കയറിയിട്ട് നിങ്ങൾ ഇനി ജാവ JDK കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തല്ലോ, അതുപോലെ ഒരു സാധനം നമുക്കിവിടെ കിട്ടാനായിട്ട് ജാവ എക്സ്റ്റൻഷൻ പാക്ക് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യണം. എന്താ ജാവ എക്സ്റ്റൻഷൻ പാക്ക് എന്ന്. ഓക്കെ, അപ്പോൾ ജാവ റിലേറ്റ് ചെയ്തിട്ടുള്ള പാക്ക് നമുക്ക് കിട്ടും. നിങ്ങളിപ്പോൾ ജാവ എക്സ്റ്റൻഷൻ പാക്ക് സെർച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ ഈ ജാവ പ്ലാറ്റ്ഫോം എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ ഒരെണ്ണം കാണും. അപ്പോൾ അതായാലും ഓക്കെ, അതെന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, പബ്ലിഷർ ആൻഡ് ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ജാവ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ബട്ടണിൽ എക്സ്പ്ലോറർ എന്നും പറഞ്ഞ് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ജാവ പ്രൊജക്റ്റ് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നോ ബിൽഡ് ടൂൾസ് എന്ന് പറയുന്ന സാധനം സെലക്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ലൊക്കേഷനിൽ സെലക്ട് ചെയ്യും. ഇപ്പം ഞാൻ ഡെസ്ക് ടോപ്പിൽ സെലക്ട് പ്രൊജക്റ്റ് ലൊക്കേഷൻ. അപ്പോൾ ഡെസ്ക് ടോപ്പ് പ്രൊജക്റ്റ് ലൊക്കേഷനായിട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ജാവയ്ക്കൊരു എൻ്റെ പ്രൊജക്റ്റിനൊരു പേര് കൊടുക്കണം. അപ്പോൾ നമ്മൾ കോഡിങ് ചലഞ്ച് അല്ലേ, ഇപ്പോൾ കോഡിങ് പഠിക്കാനല്ലേ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് കോഡിങ് ചലഞ്ച് എന്ന് പറയുന്ന പേര് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇപ്പം എൻ്റെ ഒരു ജാവ പ്രൊജക്റ്റ് ഇപ്പം ക്രിയേറ്റ് ആയി കേട്ടോ. കോഡിങ് ചലഞ്ച് എന്ന് പറയുന്ന ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി. അതിൻ്റെ അകത്തുള്ള ഒരു ഫയലാണ് സെറ്റിങ്സ് ലൈബ്രറി SRC. അപ്പം ഇത്രയും കാര്യങ്ങൾ, പിന്നെ app.java എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് കമൻസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പം ഞാനൊരു കോഡ് അടിച്ച് വെച്ചേക്കുക, ഇതെന്തുവാന്ന് നമുക്ക് അറിയേണ്ട ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യുന്ന കോഡാണ്. അപ്പോൾ ഇത് പ്രോഗ്രാമറിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, എൻ്റർ കൊടുത്തിട്ട് 2 ഫോർവേഡ് സ്ലാഷ് കൊടുത്തിട്ട് എനിക്ക് അടിക്കാം, കോഡ് ഫോർ പ്രിൻറ്റ് ഹലോ വേൾഡ്. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോഡിന് ഈ പറയുന്ന സാധനം അഫക്റ്റ് ചെയ്തില്ല. 2 ഫോർവേഡ് സ്ലാഷ് കൊടുക്കുക, ദെൻ സേവ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ റണ്ണ് കൊടുക്കാനായിട്ട് വേറെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ അത് റൺ ചെയ്യും, ഡീബഗ് ചെയ്തിട്ട് റണ്ണായി വരും കേട്ടോ. ഒന്നുകിൽ നമുക്ക് അല്ലാണ്ട് ഇത് ഈ റണ്ണ് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഈ പ്ലേ ബട്ടൺ കൊടുക്കാവേ. അപ്പോൾ അത് ടെർമിനലിൽ റണ്ണായിട്ട് വരും. വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെർമിനലിൽ നോക്കുമ്പോഴത്തേനും നമുക്കിനി എന്താ ഔട്ട്പുട്ട് വരുന്നതെന്ന് നോക്കാം. കണ്ടോ, ഇവിടെ നോക്കി ഹലോ വേൾഡ് എന്ന് പറയുന്നൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയല്ലേ. അപ്പം വേറെ സീനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ കോഡ് ഇതായിരുന്നു, ഒരു സീനും ഇല്ലാതെ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന കാര്യം കിട്ടി. ഇനി സപ്പോസ് എനിക്ക് ഒന്നിലധികം, ഇതൊരു സിംഗിൾ ലൈൻ കമൻ്റ് ആയിരുന്നല്ലേ, എനിക്ക് മൾട്ടി ലൈൻ കമൻ്റ് അടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഫോർവേഡ് സ്ലാഷും ഒരു സ്റ്റാറും ഇതുപോലെ കൊടുക്കണം. ഒരു ഫോർവേഡ് സ്ലാഷും ഒരു സ്റ്റാറും കൊടുത്ത് എൻ്റർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഐഡി വരും. പിന്നെ മൾട്ടി ലൈൻസ് കൊടുക്കുക. കണ്ടോ, ദിസ് ഈസ് എ ജാവ പ്രോഗ്രാം എന്ന് അടിക്കട്ടെ. ഓക്കെ, ദിസ് ഈസ് എ ജാവ പ്രോഗ്രാം. ഓക്കെ, ഞാൻ പ്രോഗ്രാമും നെക്സ്റ്റ് ലൈനിൽ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർവേഡ് സ്ലാഷും ഒരു സ്റ്റാറും കണ്ടല്ലോ, ഇവിടെ ചെയ്ത് ഒരു ഫോർവേഡ് സ്ലാഷും ഒരു സ്റ്റാറുമാണ് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരുമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ റണ്ണ് കൊടുത്തു.
സോ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയേ, ഒരു കുഴപ്പവും ഇല്ലാണ്ട് നമുക്ക് കണ്ടോ ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി, മൾട്ടി ലൈൻ കൊടുക്കണമെങ്കിൽ ഇങ്ങനെയാണ് കമൻറ്റ് ചെയ്യുന്നതിന് /* കൊടുക്കണം. സിംഗിൾ ലൈൻ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ രീതി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.